ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകമെമ്പാടുമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും മാന്ത്രിക ലോകം തുറന്നു നൽകിയ എഴുത്തുകാരിയാണ് ജെ.കെ. റൗളിംഗ്. ഹാരി പോട്ടർ എന്ന ഇതിഹാസ പരമ്പരയിലൂടെ അവർ സാഹിത്യ ലോകത്ത് തൻ്റേതായ ഒരിടം കണ്ടെത്തി. എന്നാൽ അവളുടെ ജീവിതം എളുപ്പമായിരുന്നില്ല. ഒരു യുവ എഴുത്തുകാരിയായിരുന്ന ജെ.കെ. റൗളിംഗ് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. വിവാഹമോചനവും ഒരു കുട്ടിയുടെ അമ്മയുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവളുടെ ജീവിതം ഇരുളടഞ്ഞതായിരുന്നു. ഹാരി പോട്ടറിൻ്റെ ആദ്യ പുസ്തകം എഴുതുമ്പോൾ പല പ്രസാധകരും അത് നിരസിച്ചു. അവൾ നിരന്തരം നിരാശകൾ നേരിട്ടു. എന്നാൽ ജെ.കെ. റൗളിംഗ് തൻ്റെ സ്വപ്നങ്ങളിൽ വിശ്വസിച്ചു. അവൾ തൻ്റെ കഥയിൽ ഉറച്ചു നിന്നു. ഒരു ചെറിയ പ്രസാധകനായ ബ്ലൂംസ്ബറി ഹാരി പോട്ടർ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി. പിന്നീട് സംഭവിച്ചത് ചരിത്രമാണ്. ഹാരി പോട്ടർ ലോകമെമ്പാടും തരംഗം സൃഷ്ടിച്ചു. ജെ.കെ. റൗളിങ്ങിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകണമെന്നാണ്. ജീവിതത്തിലെ ഇരുണ്ട നിമിഷങ്ങളിൽ പോലും പ്രതീക്ഷ കൈവിടരുത്. ആകസ്മികതകൾ നമ്മെ അപ്രതീക്ഷിതമായ വിജയങ്ങളിലേക്ക് നയിച്ചേക്കാം. ജെ.കെ. റൗളിങ്ങിൻ്റെ വാക്കുകൾ ഓർക്കുക. ഉറച്ച ഒരു അടിത്തറയിൽ നിന്ന് മാത്രമേ ഉയരാൻ സാധിക്കൂ. വഴിമുടക്കികളാണ് പല വഴികൾ തെളിയുന്നതിൻ്റെ അടിസ്ഥാന കാരണം. ക്ഷണിക്കപ്പെട്ട കൂടാരങ്ങളിൽ മാത്രം ആതിഥ്യം അനുഭവിച്ചിട്ടുള്ളവർ നാലുകെട്ടിൻ്റെ പരിമിതികളിലേക്ക് ചുരുങ്ങും. ഒരു നിഷേധവും അഭിമുഖീകരിക്കാത്തവർക്ക് ഒന്നിലധികം സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാൻ പോലുമായില്ല. കാണാത്ത കാഴ്ചകൾക്ക് വഴിയൊരുക്കുന്നവരോട് കൃതജ്ഞതയുണ്ടാകണം. പെരുവഴിയിലേക്ക് ഇറക്കി വിടുന്നവരുടെ ഹൃദയത്തിൽ പൂജിക്കണം. ആദ്യത്തെ അരക്ഷിതാവസ്ഥയെ അതിജീവിച്ച് അനന്ത സാധ്യതകളെ നേടാൻ പ്രേരിപ്പിച്ചത് അവരാണ്. എതിർത്തവരോട് പുലർത്തുന്ന എതിർപ്പാണ് തുടർ ജീവിതത്തിൻ്റെ എല്ലാ ശോഭയും കെടുത്തുന്നത്. സ്വന്തം പദ്ധതികൾക്കനുസരിച്ച് ചിട്ടപ്പെടുത്തുന്നത് മാത്രമല്ല, വന്നു ചേരുന്ന അത്യാഹിതങ്ങൾക്കനുസരിച്ച് പുനഃക്രമീകരിക്കുന്നതും കൂടിയാണ് ജീവിതം. ആകസ്മികതയിലൂടെയുള്ള കടന്നു പോകുമ്പോൾ പകച്ചു നിൽക്കുകയല്ല വേണ്ടത്, ഒന്ന് ചുറ്റും നോക്കണം. അസാധാരണമായ അത്ഭുത കാഴ്ചകൾ കാണാം. അവ തുടർ ജീവിതത്തിന് ഉണർവും ഊർജവും പകരും. കുഴിയിൽ വീണവന് കീഴോട്ട് നോക്കിയാൽ രക്ഷപ്പെടാനാകില്ല. മുകളിലേക്ക് നോക്കിയാൽ രക്ഷപ്പെടാതിരിക്കാനുമാകില്ല.